നമസ്കാരം. അണ്ട ബുർജി, മുട്ട ബുർജി, എഗ്ഗ് ബുർജി, ഇതാണ് ഇന്നത്തെ വിഷയം. അതായത് മുട്ട കൊണ്ടൊരു കറി ഉണ്ടാക്കിയാണ്. അപ്പോൾ ഈ മുട്ട ബുർജി, എഗ്ഗ് ബുർജി, അണ്ട ബുർജി എന്ന് പറയുന്ന ഒരു വഴിയോര കച്ചവട ഭക്ഷണമാണ്. ചപ്പാത്തി, പൊറോട്ട മുതലായവയുടെ കൂടെ ഇത് കഴിക്കാം. പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. ഇത് ജനപ്രിയ ഭക്ഷണമാണ്. 3 നേരത്തെ ഭക്ഷണത്തിൻ്റെ കൂടെയും ഇത് കഴിക്കാം. ഇതൊരു ഇന്ത്യൻ ഭക്ഷണമാണ്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആദ്യം നമുക്ക് വേണ്ട സബോളയാണ്. സബോള കുനുകുനാന്നരിയണം. വെളുത്തുള്ളി ചെറുതായിട്ട് അരിയണം. പച്ചമുളക് ചെറുതായിട്ട് അരിയണം. ഇഞ്ചി ചെറുതായിട്ട് അരിയണം. തക്കാളി ചെറുതായിട്ട് അരിയണം. ഈ സാധനങ്ങളെല്ലാം നമ്മളിവിടെ എടുത്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി ഓരോന്നോരോന്ന് അരിയുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കട്ടിംഗ് ബോർഡിൽ എടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് അരിഞ്ഞ് പാത്രത്തിലാക്കുകയാണ്. അത് അരിയുന്ന സമയത്ത് ഒന്നും എടുത്തിട്ടില്ല പടം. ഇപ്പോൾ അരിഞ്ഞതെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുന്നത് സവോള, തക്കാളി, വെളുത്തുള്ളി, പിന്നെ ഇഞ്ചി, പച്ചമുളക്, ഇതെല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അടുത്ത പരിപാടി, ഇത് നമ്മൾ ഒരു ചെറിയ ചെറിയ പാത്രങ്ങളിലേക്ക് ആക്കണം, ഫ്രൈ ചെയ്യുന്നതിനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അടുത്ത ഐറ്റംസ് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, അതായത് പൊടി ഐറ്റംസ്. ഇതാണ് ജീരകം, കടുക്, ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി. അപ്പോൾ ഇതെല്ലാം തയ്യാറാക്കി ചെറിയ പാത്രങ്ങളിലാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മുട്ട, ഒരു 4 മുട്ടയോളം നമ്മളെടുത്തിരിക്കുന്നത്. മുട്ട അങ്ങനെ പച്ചമുട്ടയാണ്. അപ്പോൾ മുട്ട പൊട്ടിച്ചിട്ട് അതിൻ്റെ വെളുത്ത ഉണ്ണിയും മഞ്ഞ ഉണ്ണിയും ഒരു പാത്രത്തിലേക്ക് എടുത്ത് വെച്ചു. എന്നിട്ട് അതിനെ ഇളക്കി യോജിപ്പിച്ചെടുത്തു. വെള്ളയും മഞ്ഞയും കൂടെ ഇളക്കി ശരിക്കും യോജിപ്പിച്ചെടുത്തു. അപ്പോൾ ഇത് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയാണ്. വഴിയോര കച്ചവടത്തിലാണെങ്കിൽ അത് നേരെ മുട്ടയങ്ങ് പൊട്ടിച്ചങ്ങ് ഇട്ടാൽ മതി മസാലയ്ക്കകത്തോട്ട്. അപ്പോൾ ഇനി നമുക്ക് കടുക് മൂപ്പിക്കേണ്ട സാധനങ്ങളും മസാല തയ്യാറാക്കേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കുകയാണ്. തക്കാളി എടുത്ത് അരിഞ്ഞത്, സവോള അരിഞ്ഞത്, ഇഞ്ചി അരിഞ്ഞത്, വെളുത്തുള്ളി അരിഞ്ഞത്, ഇതെല്ലാം നമ്മൾ വറുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട്, അതായത് നമുക്ക് കറി വയ്ക്കാനുള്ളത്, കറി വയ്ക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് അടുപ്പിനടുത്ത് കൊണ്ട് വയ്ക്കുകയാണ്. ഇത് ജീരകം, ഇത് ഉപ്പ്. ഇതിൻ്റെ അളവ് കാണുമ്പോൾ അറിയാമല്ലോ, അധികമൊന്നും വേണ്ട. ഇത് മുളക് പൊടി. മുളക് പൊടി സ്വല്പം നല്ല എരിവിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. ഇത് മഞ്ഞൾപ്പൊടി. ഇതിന് 1 സ്പൂണിന്നോ 2 സ്പൂണിനൊക്കെ നിങ്ങളുടെ സൗകര്യം പോലെയൊക്കെ പറയും. പക്ഷേ കാഴ്ച കൊണ്ട് മനസ്സിലാക്കി കുറച്ച് മതിയെന്ന്. പിന്നെ വലിയ അവതാരകർ പറയുന്ന പോലെ നമുക്ക് പറയേണ്ട കാര്യമൊന്നുമില്ല. കാഴ്ചയിൽ നിങ്ങൾക്ക് പിടികിട്ടി സംഗതി ഇത്രയൊക്കെ മതി. അപ്പോൾ ഇത് മുട്ട നമ്മൾ നേരത്തെ പൊട്ടിച്ച് കലക്കി വെച്ച സാധനം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ പാചകത്തിലേക്ക് അത്യാവശ്യമായിട്ടും വേണ്ടത്. എന്നെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് എടുത്തിട്ടുണ്ട്. ഇത് ഹെൽത്ത് കാർഡ് ഓയിൽ, ഇത് കിച്ചൺ ട്രഷറിൻ്റെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇതാണ് എണ്ണ. ഇത് നല്ല ആരോഗ്യത്തിന് നല്ല എണ്ണയാണ്. ഇത് നമ്മൾ ഈ ചീനിച്ചട്ടിക്കകത്താണ് നമ്മൾ ഇത് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ചട്ടി നമ്മൾ ഗ്യാസ് സ്റ്റൗവിൻ്റെ പുറത്ത് വെച്ചു. തീ കത്തിച്ചു നല്ല തീയൊക്കെ കൊടുത്തുകൊണ്ട് നല്ല ആ പാത്രം ചൂടായി വരാൻ സ്വല്പം സമയം എടുക്കും. അപ്പോൾ സ്റ്റൗ അങ്ങനെ കത്തിക്കൊണ്ടിരിക്കട്ടെ. ഈ എണ്ണ നല്ലൊരു എണ്ണയാണ് കേട്ടോ. അത് നമുക്ക് ഇനി ആദ്യമായിട്ട് എണ്ണയാണ് ഒഴിക്കേണ്ടത്. അതുകൊണ്ടാണ് അതിനെ ആദ്യം കാണിക്കുന്നത്. അതൊരു കുപ്പിക്കകത്ത് നമ്മൾ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ആ ലേബൽ കാണിക്കാനായിട്ടാണ് എടുത്തത്. അപ്പോൾ കുപ്പിക്കകത്ത് എടുത്ത് വെച്ചിരിക്കുന്ന എണ്ണ എടുത്ത് നമ്മൾ ഇതിനകത്ത് ഒഴിക്കുന്നു. ഒരു തുടം എണ്ണ ഒഴിക്കാം. അതായത് എണ്ണ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എണ്ണ. അതുകൊണ്ട് തന്നെ ആ എണ്ണ ആരോഗ്യത്തിന് നല്ലതുമാണ്. അതുകൊണ്ട് ഇച്ചിരി കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് അതിനകത്ത് ഇടാനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ ഇവിടെ. അതിൽ ഓരോന്നോരോന്ന് നോക്കി കാണും ഏതാണ് ആദ്യം ഇടേണ്ടത് നോക്കട്ടെ. അപ്പോൾ നമ്മൾ നമ്പർ വരുന്നത് കടുകിനായിരിക്കും. എന്നുവെച്ചാൽ എണ്ണ ഒഴിച്ചാൽ എണ്ണയുടെ പുറകെ കടുകല്ല വരുന്നത്. അപ്പോൾ അത് തിളയ്ക്കുന്നതിന് വേണ്ടിയിട്ട് എണ്ണ അങ്ങോട്ട് ചൂടാകാനായിട്ട് സ്വല്പം സമയം എടുക്കും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 2 കടുകൊക്കെ ഇട്ട് നോക്കുകയാണ് അങ്ങനെ. അപ്പോൾ അപ്പോൾ അത് എണ്ണ ചൂടായിട്ടുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ അതിലേക്ക് കടുക് പൊട്ടാൻ തുടങ്ങി. ഇപ്പോൾ ഉണക്കമുളക് ഇതിൻ്റെ അകത്ത് ഇടുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇത് ഫിനിഷ് ചെയ്ത് വരുമ്പോൾ ഇതൊരു ഡ്രൈ ആയിട്ടുള്ള മെറ്റീരിയലായിരിക്കും കറിയെ. അപ്പോൾ നമ്മൾ ഉണക്കമുളക് അതിൻ്റെ അകത്ത് ചേരുകയല്ല. അതുകൊണ്ട് ഇപ്പം ജീരകം അതിൻ്റെ പുറകെ ഇട്ടു. ഇത് നമ്മുടെ വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഇച്ചിരി കൂടുതലുണ്ട്. നല്ല സാധനങ്ങളെല്ലാം ഇരിക്കട്ടെ എന്ന് വെച്ച്. ഇനി നമ്മൾ പച്ചമുളക് 2 അതിൻ്റെ
പച്ചമുളകിൽ നിന്ന് പറിച്ചെടുക്കുകയാണ്. ഇത് നമ്മൾ ഇഞ്ചി, ഈ അതായത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കടുക്, ജീരകം, ഇത്ര സാധനം എണ്ണയ്ക്കകത്തിട്ട് വറുത്തെടുക്കുന്നു. അപ്പോൾ അത് ഒരു ചെറിയൊരു ബ്രൗൺ കളറാകുമ്പം നമുക്ക് അടുത്ത എല്ലാവരും ഇങ്ങനെ തന്നെയല്ലേ കുക്ക് ചെയ്യുന്നത്. ആദ്യം ഇടുന്ന സാധനം ബ്രൗൺ കളറാകുമ്പോൾ അടുത്ത സാധനം ഇടും, അത് കഴിഞ്ഞിട്ട് അത് ബ്രൗൺ ആകുമ്പം വീണ്ടും അതിൻ്റെ അടുത്ത സാധനം ഇടും. ഇതെല്ലാം കൂടെ കുഴഞ്ഞ് പറഞ്ഞ് അത് ഒരു നല്ല കളറിലാകുമ്പോൾ നല്ല കറിയായി. ഇത്രയേ ഉള്ളൂ. ഇതാണ് അപ്പോൾ നമ്മൾ സവോള അരിഞ്ഞ് വെച്ചത് ഇട്ടു. സവോള അരിഞ്ഞ് വെച്ച് ഇട്ട് കഴിഞ്ഞിട്ട് അതിന് നിരന്തരം ഇളക്കിക്കൊണ്ടിരിക്കണം. ഇളക്കി അത് ഞാനിവിടെ ഏത് കറി വെച്ച് കഴിഞ്ഞാലും എല്ലാ കറിയും ഒരുപോലെ ഇരിക്കും. അതാണ് ഈ കറികളുടെ ഒരു പ്രത്യേകത. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും ഇൻഗ്രീഡിയൻസ് ഒന്നാണ്. അതേസമയം ഇതൊരു നമ്മൾ പിന്നെ സ്ട്രീറ്റ് ഫുഡാണ്. നമ്മൾ പുറത്ത് കേരളത്തിൻ്റെ എന്നല്ല, പുറത്തുള്ള ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ വഴിയോര കച്ചവടക്കാർ ഈ തട്ടുകടയെന്ന് ഇവിടെ പറയുന്നത് മറ്റവിടെ അത് ഹിന്ദിയിൽ എന്തൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇത് നമ്മളെ തട്ടുകടയിലൊക്കെ ഇത് കിട്ടുകയും അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ സാധനം ഒഴിച്ചായിരുന്നില്ല. അത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. അപ്പോൾ അതിന് ഉപ്പും കൂടെ ഇട്ട് നേരത്തെ ഒരു കുക്കിംഗ് വീഡിയോ ഞാൻ പറഞ്ഞായിരുന്നു. സവോളയ്ക്ക് ഉപ്പ് ഒരു കൂട്ടുകാരനാണ്. അത് വെച്ച് കഴിഞ്ഞാൽ വറക്കുന്ന സവോളയിലേക്ക് ഉപ്പിട്ട് കഴിയുമ്പോൾ ആ ഉപ്പിന് ഈ സവോളയെ പെട്ടെന്ന് അങ്ങ് ഉറപ്പിക്കാൻ എന്തൊരു കഴിവുണ്ട്. നേരത്തെ 1-2 വീഡിയോയിൽ അത് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പം ഇളക്കി എന്ന് പറയുന്നതിന് പകരം വേറെ എന്തെങ്കിലും കാര്യങ്ങൾ പറയാം. അതായത് ഇപ്പോൾ ഇത് അടുത്ത ഐറ്റം അത് ശകലം ഗരം മസാലയാണ്. ഇച്ചിരി ഫ്ലേവറിന് വേണ്ടി ശകലം എടുത്തിട്ടുണ്ടാവും. അത് മറന്നുപോയതായിരുന്നു, അതിൻ്റെ അഡീഷണലായിട്ട് കൂടാണ്. അപ്പോൾ നമ്മൾ ഈ സവോളയൊക്കെ ഒരു 15-20 മിനിറ്റ് കിടന്ന് ചൂടായിട്ടാണ് ഇപ്പോൾ ഈ പരുവത്തിലായിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തോട്ട് നമ്മൾ തക്കാളി ഇട്ടു. അപ്പോൾ ആ തക്കാളി ഇനി നന്നായിട്ട് വെന്ത് വരണം, അവരെ അതിനെ ഇളക്കണം. അപ്പോൾ നമ്മുടെ സവോളയും തക്കാളിയും കൂടെ കൂടിയിട്ട് നല്ലൊരു പൾപ്പ് മോഡലാവുക. അപ്പോൾ ഇതിനകത്തേക്ക് ഇടാൻ പറ്റുക. ഇതിനകത്തേക്ക് ഇടാൻ ഇപ്പോൾ കുറേ സമയം എടുക്കുന്നത്. നമ്മളിത് കട്ട് ചെയ്ത് ഉണ്ടാക്കുന്നുണ്ട്. വീഡിയോ ഇങ്ങനെ കട്ട് ചെയ്താണ് നമ്മൾ ഉണ്ടാക്കുന്നത്, പോസ്റ്റ് ചെയ്ത്. അപ്പോൾ അതിലടുത്ത ഐറ്റംസ് അതിന് സംശയം ഈ മുട്ട ഇടണോ അതോ പൊടി ഇടണോ? കണ്ടോ, പൊടിയാണ് ഇട്ടത്. പൊടി ഇടുന്നതിന് വേണ്ടി നമ്മൾ ആ എണ്ണ ഒരു സൈഡിലോട്ട് വരുത്തിയിട്ടുണ്ട്. സവോളയൊക്കെ ഇങ്ങനെ വകഞ്ഞ് വെച്ചിട്ട് അപ്പോൾ പൊടി മുഴുവൻ ഇട്ടു. അതായത് നേരത്തെ കാണിച്ച സർവ്വപ്പൊടി അതിനകത്ത് ഇട്ടിട്ടുണ്ട്. മുളക്, ഗരം മസാല, മഞ്ഞൾ, ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ വീട്ടിൽ. അതുകൊണ്ട് അത്ര ഇട്ട് അതിൻ്റെയൊക്കെ തൂക്കം അളവൊന്നും നോക്കേണ്ട കാര്യമില്ല. കൈ കിട്ടുന്ന പോലെ ഇടുക എന്നുള്ളതാണ്. അല്ലാതെ ഈ മറ്റ് ഇടയ്ക്ക് അതൊക്കെ പറയുന്നത് 2 സ്പൂൺ, 1/2 ഗ്രാം, 3/4 ഗ്രാം അങ്ങനെയൊന്നുമില്ല. അത് കൈ കിട്ടി അതങ്ങ് ഇട്ടു. അപ്പോൾ നമ്മൾ അതിൽ ആ കറിവേപ്പിൻ്റെ അതിൻ്റെ തീവ്രതയുള്ള സമയത്ത് ഫിനിഷിങ് പോയിൻറ്റിലേക്ക് കിടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിനകത്ത് നമുക്ക് ഒരെണ്ണം കൂടെ മുട്ട ഇടാനുള്ളത്. അവനാണ് ആ മഞ്ഞ കളറിലുള്ള സാധനം. അതിനാണ് നോക്കട്ടെ. അതിന് എപ്പോഴൊന്നും അതിൻ്റെ കൂടെ നോക്കി ഞാൻ പറയാം. അല്ലാതെ എനിക്ക് ഇത്ര കാണപ്പെടാൻ അറിയില്ല. ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് ഒത്തിരി ഉണ്ടായി. എനിക്ക് ഈ വീഡിയോയ്ക്കകത്ത് ഇടാൻ താമസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കട്ടിൻ്റെ ഉണ്ടാക്കി വരുമ്പോൾ തന്നെ നേരം ഉച്ച കഴിയും. പിന്നെ കുറച്ച് കുഞ്ഞു വീഡിയോകൾ, അതായത് ഷോർട്ട് വീഡിയോകൾ ഇടുക. അപ്പോൾ മുട്ടയാണ്. ഇതിങ്ങനെ ചെയ്തിട്ടാലും കുഴപ്പമൊന്നുമില്ല. അതായത് ഇത് മുട്ട ഒട്ടപ്പെട്ടപ്പോൾ നന്നേരം കൈകൊണ്ട് പിടിച്ച് പൊട്ടിച്ചങ്ങ് ഇടുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇതൊക്കെ ഒരു രീതിയാണ്, ഓരോരുത്തർ ഓരോ രീതി. അപ്പോൾ ഈ പിന്നെ കറിക്ക് ഭാഷയിൽ അതായത് ബുർജി എന്നൊരൊറ്റ വാക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ അല്ലാതെ വേറെ ഇങ്ങനെ ഒന്നുമില്ല. പിന്നെ ഞാൻ അന്വേഷിച്ചപ്പോൾ കണ്ടുപിടിച്ച ഒരു അണ്ടാക്കി ഖഗിന എന്നുള്ളൊരു പേരുണ്ട്. ബാക്കിയെല്ലാം ബുർജിയാണ്. മുട്ടയുടെ കൂട്ടത്തിൽ ചേർത്ത് ബുർജി, എഗ്ഗിൻ്റെ ചേർത്ത് ബുർജി, പിന്നെ അണ്ടയുടെ ചേർത്ത് കൂട്ടിയിട്ടും ബുർജിയാണ്. അതായത് 3 ഭാഷയിലും ബുർജിയാണ്. ബുർജി. അപ്പോൾ ഇത് നമുക്കിവിടെ ഇത് മുട്ടത്തോരന്ന് വല്ലതും വേണം വിളിക്കാതിന്. അതായത് ഭയങ്കര കണ്ടുപിടുത്താണ്. കേരളീയൻ്റെ അല്ല, ഇന്ത്യക്കാരിൻ്റെയാണ് എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ നമ്മൾ ഈ ഇന്ത്യ എന്നൊക്കെ പറയുമ്പോൾ ഇത് ഈ സാധനം വന്നത് നോർത്ത് ഇന്ത്യയിൽ നിന്നായിരിക്കും. ഇങ്ങോട്ട് അപ്പോൾ കേരളീയൻ ഇത്ര ഒന്നും ഉണ്ടാക്കാനുള്ള ബുദ്ധിയില്ല. മുട്ട ഏറ്റവും കൂടിയ മുട്ടയെന്ന് പണ്ട് തേങ്ങ പിരയൊക്കെ ഇട്ട് വറുത്തത്, പിന്നെ മുട്ട റോസ്റ്റ്, ഇതൊക്കെയാണ് പഴയ കാലത്തെ കറികൾ. അതേസമയം ഇത് ആക്ച്വലി ഇത് പിന്നെ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് പാർസി പെർഷ്യൻ
പാഴ്സിയുടെ ഒരു മുട്ടക്കറിയായിട്ട് സാദൃശ്യം ഉണ്ടെന്നാണ് ഇരിക്കുന്നത്. അതിന് ഒത്തിരി മസാല അവർ ചേർക്കും. അപ്പോൾ ഇത് നമ്മളെ സംഗതി റെഡിയായി കേട്ടോ. ഇളക്കി 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 ഞാൻ കഥ പറഞ്ഞപ്പോൾ അത് ഇളക്കി ഇളക്കി നല്ല തോരൻ പൊടിയായി. ഇതാണ് ബുർജി. ഇതിൻ്റെ ആ പിന്നെ ഈ കൊഴുപ്പ് നനവ് കൂട്ടിയും വയ്ക്കാം, കുറച്ചും ഉണ്ട്. അപ്പോൾ നനവ് കുറച്ച് കഴിഞ്ഞാൽ തീരെ അതങ്ങ് ഉണങ്ങിപ്പോവും. അപ്പോൾ അതിൻ്റെ തീ കെടുത്തേണ്ട സമയം എന്ന് പറയുന്നത് ആ രുചി ആർക്ക് എങ്ങനെയാണ് അത് ഇഷ്ടപ്പെടുന്നത് അതനുസരിച്ചാണ് അതിൻ്റെ തീ കെടുത്തേണ്ടത്. അപ്പോൾ ഇത് ഇച്ചിരി ഡ്രൈ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ തിന്നാനായിട്ട് എടുത്തത് ബ്രെഡാണ്. 2 ബ്രെഡും ഇച്ചിരി നാരങ്ങാനീരൊക്കെ സംഘടിപ്പിച്ച്, പിന്നെ അതിൻ്റെ അകത്ത് എന്തോ ഒരു സാധനം, ഈ മുളകിൻ്റെ ഒരു സിറപ്പ് സോസാണത്. പിള്ളേരുടെ പരിപാടിയാണ്. അപ്പോൾ ഇതങ്ങനെ നമ്മൾ കഴിക്കാനായിട്ട് റെഡിയായിട്ട് ഒക്കെ തയ്യാറാക്കി. അപ്പോൾ ഇത് തീർന്നു എന്നാണ് അതോടെ എഴുതിയിരിക്കുന്നത്. ദ എൻഡ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.